വെയിലത്ത് തന്നെ ഇറങ്ങി. അല്ല നമ്മൾ ഇത്ര നേരം ഏസിക്കത്തല്ലേ ഇരിക്കുന്നത്. എടീ രമേശൻ വന്നിട്ട് നമുക്ക് നാളെ പോയാൽ പോരെ ജടായിപ്പാറ? അത് മതി, രമേശാണ് വന്നിട്ട് പോയത് നാളെ ജടായിപ്പാറയിൽ. നമുക്കൊന്ന് റൂം എടുക്കാവേ, അവനും കൂടെ ബുക്ക് ചെയ്തിട്ടേക്കാം. ഇനി അവൻ വരുമ്പോ ബുക്ക് ചെയ്ത് പാടുപെടണ്ടല്ലോ. എന്നാ എല്ലാരും നടക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ബെഡ്റൂം ഇഷ്ടപ്പെട്ട? അടിപൊളി ബെഡ്റൂം അമ്മേ. നമുക്കൊന്ന് താഴെ ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് വരാം. ഈ 10ാം നില വലിയ കയറി വന്നു. താഴെ എല്ലാം മോട്ടിച്ചു വന്നു, പക്ഷെ കുറച്ച് സാധനം കിട്ടുന്നു. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നില്ല. ബോളോട്ട വലിയ പണക്കാരനൊക്കെ റൂം. ആഹാ, നല്ല TV ഉണ്ടല്ലോ. ഇതടിച്ച് മാറ്റിക്കൊണ്ടു പോവാ. അയ്യോ, ആരാണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. പെട്ടെന്ന് ബെഡിന്റെ അടി കയറി കൊടുക്കുക. ഇവിടെ ഇന്ന് ആരും കാണത്തില്ല. സമയം എത്രയായി ചേച്ചി? 7 മണിയായി. രമേശേട്ടൻ ഒരു 9 മണിയൊക്കെ ആവും വരെ. 8 മണിക്കുള്ള ട്രെയിനിന് വരുന്നത്. അതാരടി ചുമച്ചേ? ഞാൻ കേട്ടില്ലല്ലോ. അത് ചിലപ്പോ ചേച്ചിക്ക് തോന്നിയതായിരുന്നു. ചിലപ്പോ എനിക്ക് തോന്നിയതായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞു. ട്രെയിനിന് അപ്പൊ വരുമോ? സമയം എത്രയായി? 8 മണിയായോ? ഇത് 15 മിനിറ്റ് കൂടെ ഉള്ളു. 8:15 ട്രെയിനാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 7497 കന്യാകുമാരിയിൽ നിന്ന് കൊല്ലം വഴി ബാംഗ്ലൂർ പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ അല്പനേരത്തിനുള്ളിൽ 1ാം പ്ലാറ്റ്ഫോമിൽ വരും. എന്റെ ട്രെയിൻ ആണെന്ന് തോന്നുന്നല്ലോ. എന്റെ ട്രെയിൻ തന്നെ. അയ്യോ, ഇത് 1ാം പ്ലാറ്റ്ഫോമല്ലേ? 2ാം പ്ലാറ്റ്ഫോമല്ലേ? അപ്പുറത്താ 1ാം പ്ലാറ്റ്ഫോം. ഞാൻ 2ാം പ്ലാറ്റ്ഫോമിൽ നിന്ന്. കന്യാകുമാരിയിൽ നിന്ന് കൊല്ലം വഴി ബാംഗ്ലൂർ പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ അല്പനേരത്തിനുള്ളിൽ പുറപ്പെടും. ഇവിടെ സീറ്റ് ഉണ്ട്. അവരില്ലാത്തോണ്ട് രസമില്ല. ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോഴും അവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെ രസം ഉണ്ടായിരുന്നു. ചേട്ടാ എങ്ങോട്ട് പോവാ? ഞാൻ കൊല്ലത്ത് പോവാ. ചേട്ടനാണ് പോവാ? ഞാനാണെങ്കി ആലപ്പുഴ വരെ പോവാ. പേരെന്തുവാ? രാമു. പേരെന്തുവാ? രമേശ്. എന്താ കാര്യത്തിന് കൊല്ലത്ത് പോവാ? ഞങ്ങളാണ് ജടായിപ്പാറ പോവാ. അല്ലെങ്കിൽ ഞങ്ങളെന്ന് പറയാൻ നിങ്ങൾ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ ചേട്ടാ. അത് എന്റെ ഭാര്യയും മക്കളും ഒക്കെ അവിടെ ഒരു റൂമാണ്. എനിക്കാണെങ്കിൽ ഇവിടെ തമ്പാനൂർ ഒരു ജോലിയുണ്ട്. അപ്പൊ അവരെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വൈകിട്ട് വരുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവര് ജടായിപ്പാറയുടെ അവിടെ ഇപ്പോഴും ജടായിപ്പാറയല്ല, അവർ കൊല്ലത്ത് ഒരു റൂമിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ചേട്ടൻ എന്താ ആവശ്യത്തിന് പോവാ? എനിക്ക് ബാങ്കിന് ഇത്തിരി പണിയാനുണ്ട്, അത് ചെയ്യാൻ പോകുന്നത്. ഇതാരാ വിളിക്കുന്നത്? അഞ്ജലി അല്ലേ? എന്താടി? ഞാൻ വർക്കലയായി. എന്താ വിളിച്ച കാര്യം? എന്നാ ശരി. കൊല്ലത്ത് ഞാനൊന്ന് പോവാണേ. ചേട്ടാ. ഇനി എന്തെങ്കിലും കാണാവേ. ശരി, ഞാനൊന്ന് പോണേ. ഇനി എന്തെങ്കിലും കാണാവേ. കൂടുതൽ ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ സന്തോഷമായതാ. അയാള് കൊല്ലം വരെ ഉള്ളായിരുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ഇവിടെ. ആലപ്പുഴ വരെ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനകത്ത് പുറത്തിറങ്ങുന്നില്ലേ? അപ്പൊ നേരെ ഒരു വഴി നടക്കുന്നില്ലേ? കണ്ട് നേരെ വന്നിട്ട് ഇടത്തോട്ട് പോകുമ്പോ ഒരു ഫസ്റ്റ് കാണുന്ന ബിൽഡിംഗ് ആണ് ഞങ്ങളിപ്പോ താമസിക്കുന്ന ഹോട്ടലേ. കണ്ടോ? കണ്ടീ. എത്രാം ഫ്ലോറാ? 10ാം ഫ്ലോറേ. ഞാൻ വരുവാണേ. ശരി. എന്റെ അമ്മച്ചിയെ പണി കിട്ടിയല്ലോ. വലിയൊരു ആണ് വന്നല്ലോ. നേരത്തെ കുറച്ച് പെണ്ണുങ്ങൾ ഒരു ആൺചർക്കനും ഉള്ളായിരുന്നു. ഇപ്പൊ വലിയ ഒരാൾ വന്ന് പെട്ടല്ല അമ്മച്ചിയെ. ആരാണ് ഇവിടെ എന്താണ് സംസാരിക്കുന്നത് കേൾക്കുന്നത്? പെട്ടെന്ന് തോന്നുന്നല്ലോ ഞാൻ സംസാരിക്കുന്നത് കേട്ട്. എടി ആരാണ് പിന്നെ സംസാരിക്കുന്നത്? എടി ഇനി ആ സംസാരിക്കുന്നത് വല്ല കള്ളനായിരിക്കുവോ? പെട്ട് 10ാം ഫ്ലോർ കള്ളനൊക്കെ എത്ര ഫ്ലോർ ആണെങ്കിൽ കള്ളന്മാര് വലിഞ്ഞു കയറി വരും. എനിക്ക് 100% ഉറപ്പാ ഈ റൂമിൽ എവിടെയോ ഒരു കള്ളൻ ഇരിച്ചുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യത ബെഡിന്റെ അടിയിലായിരിക്കും. എന്റെ അമ്മച്ചി ഇപ്പൊ അവര് ബെഡിൽ നോക്കാനായിരിക്കും വരുന്നത്. ആദ്യം ബെഡിന്റെ അടി നോക്കാം. അയ്യോ വരുന്നു. കള്ള എഴുതേക്കടാ. ഇങ്ങോട്ട് ഇറങ്ങി വേണം. പൂച്ച കട്ടിലടി കിടന്ന് ഇറങ്ങുന്നല്ലേ. ഇവിടെ വേടാ. അയ്യോ എന്റെ കാലെ പിടിച്ച് വലിക്കുന്നത്. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ ഒരു സാധനം മോട്ടിച്ചില്ലേ. അപ്പൊ നീ ഒന്നും മോട്ടിച്ചില്ലല്ലേ? അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിലേ നീ എല്ലാം മോട്ടിച്ചോണ്ട് പോയാനല്ലോ. അത് പിന്നെ എന്താ? അത് പിന്നെ ഇറങ്ങണേ ഞങ്ങളുടെ മുറിയുന്നത്. ദാ പിടി.
അയ്യോ എന്റെ അമ്മച്ചിയെ. ആഹാ കിടന്ന് ഉറങ്ങുവാണോ? എഴുന്നേറ്റ് പോണോ മര്യാദക്ക്? ഇവന് ഞാന് താഴെ കൊണ്ട് വിട്ടിട്ടാണ്. അയ്യോ രമേശേട്ടൻ പറഞ്ഞ സത്യ കള്ളലുണ്ടെന്ന് പറഞ്ഞു. ഓ സൗണ്ട് കേട്ടിട്ട് ലത ചേച്ചി ഒന്ന് വല്ലാത്ത വാങ്ങി. അല്ലേ അവരിത് കണ്ട് പേടിക്കും. എടി ഒന്നും പറയണ്ടി. അവനെ സൂക്ഷിച്ചു പോയിരിക്കാൻ വേണ്ടിട്ട് ഞാനാണെങ്കിൽ അവനെ നടത്തി കൊണ്ടുപോകുമായിരുന്നേ. അപ്പോഴാണെങ്കിൽ അവസാനത്തെ ഫ്ലോർ എത്തിയപ്പോഴാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി സ്റ്റെപ്പിൽ നിന്ന് തലം കുത്തി താഴെ പോയി കിടന്ന്. എന്തായാലും കൊള്ളാം. ഈ നടന്ന കാര്യങ്ങളൊക്കെ ലത ചേച്ചി കാണാത്ത ഭാഗ്യല്ലേ, അവര് പേടിക്കും. ആ അത് ശരിയാടി. ഇപ്പൊ രമേശേട്ടൻ വന്നോണ്ടല്ലേ ഇപ്പൊ എന്ത് ചെയ്താലേ ഞങ്ങള്? ആഹാ രമേശൻ വന്നോ? എപ്പൊ വന്ന്? ഞാനിപ്പോ വന്ന് കഥ തുറന്ന് കയറിയതേ ഉള്ളൂ. അല്ല എന്തായാലും സൗണ്ട് കേട്ടെ. എന്തോ ആരോട് ചവിട്ടി കയറുന്ന സൗണ്ട് കേട്ടെ. അത് ചേച്ചി കസാരം പറഞ്ഞോ? ഞാൻ ഇല്ലാതെ ഇരിക്കുമ്പോ ഇപ്പൊ മറിഞ്ഞുപോയി. ആ എന്നാ ബാ എല്ലാരും. ആഹാ പാറക്കുട്ടി ഇറങ്ങിയോ? എപ്പോ ഇറങ്ങിയ പാറക്കുട്ടി? അവര് കുറച്ചു നേരം ആയതല്ലോ ഇറങ്ങാതെ. നമ്മൾ ഇവിടെ കിടന്ന് ഇറങ്ങുന്നത് ലേശിച്ച് അപ്പുറത്ത് കയറിയില്ല. ഇനി എന്തിനായിട്ട് ഇവിടെ കയറിയിടി? ആഹാ അച്ഛൻ വന്നോ? എപ്പോ വന്നച്ചാ? ഞാനിപ്പോ വന്നതേ ഉള്ളടാ. മോൻ കളിക്കുകയായിരുന്നു ഇവിടെ. ആ കളിക്കായിരുന്നു അച്ഛാ. ഞാനത് അവിടെ ഇങ്ങനെ പോയി ഇരിക്കട്ടെ. ആ ശരി. നമ്മളെടുത്ത റൂം അടിപൊളിയല്ലേടി അച്ഛനി? ആ അടിപൊളിയാ ചേച്ചി. നമ്മള് റിച്ച് ക്ലാസ് എടുത്തോണ്ട് ഇത്ര നല്ലത്. താഴത്തേക്കാണ് അത്രേ കൊള്ളത്ത്. അല്ല ചേച്ചി എത്ര രൂപയായി? 10,000 രൂപയായി. 10,000 രൂപയ്ക്കൊക്കെ നല്ല വേർപ്പ. സമയം എത്രയായി? 10 മണിയായോ? സമയം 10 മണിയായി. എല്ലാരും പോയി കിടന്ന് ഇറങ്ങിക്കോ. മക്കളെ കിടന്ന് ഇറങ്ങാം. അവര് പോയി, നമുക്കിനി കിടന്ന് ഇറങ്ങാം. അവരുറങ്ങാൻ പോയി. വാടി നമുക്ക് കിടന്ന് ഉറങ്ങാം. മണിക്കൂട്ടി എഴുന്നേക്കണേ, നമുക്ക് കിടന്ന് ഉറങ്ങാം. എടി ഞാൻ തറ കിടന്നോളാം. ഓ അത് വേണ്ടി. ഓ കിടന്നിട്ടങ്ങ് ഉറക്കവും വരുന്നില്ലല്ലോ. അവള് ഉറങ്ങിയോ? അവള് ഉറങ്ങിയല്ലോ. ഓ ഉറക്കവും വരുന്നില്ല. ബോറും അടിക്കും. എന്തോ ചെയ്യും? എനിക്ക് തോന്നുന്നു ഉറക്കേ വരത്തില്ലെന്ന് തോന്നുന്നു. അത് തറ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഉറക്കം വരുന്നെന്ന് സംശയം. ഓ എത്ര നേരമായി ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. ഇനി എന്തോ ചെയ്യാവോ? നാളെ ഞാൻ എന്തായാലും ലീവ് പറഞ്ഞിട്ടുണ്ട്. ജടായിപ്പാറ പോണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഒരു ദിവസത്തെ പണിക്കൂലി കുറഞ്ഞു. ആഴ്ച കിട്ടുന്ന പൈസ 50,000 ആയിരുന്നു. അപ്പൊ അത് 40,000 ആയി ഒരു ദിവസത്തെ ലീവായിരുന്നു. ഓ അതൊന്നും സാരമില്ല. ഉറക്കം വരുന്നത്. ഓ ഇതൊന്നും എനിക്ക് ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തേ. ഇത് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഉറക്കം വരുന്നത്. എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ചുമ്മാ അങ്ങോട്ട് കിട്ടും എഴുന്നേറ്റ് കിടന്നാലോ ചിലപ്പോ അപ്പൊ ഉറക്കം വരും. ഇവര് പോത്ത് കിടന്ന് ഉറങ്ങുന്ന പോലെ കിടന്ന് ഉറങ്ങുന്നു. പക്ഷെ എന്തായിരിക്കും എനിക്ക് ഉറക്കം വരാത്തത്? ആരോടെങ്കിലും ഇത്തിരി കുറച്ചു നേരം മിണ്ടുമായിരുന്നു ഉറക്കം വരുമായിരുന്നു. ഇവിടെ ബുക്കോ വല്ലതും ഉണ്ടോ വായിക്കാൻ പറ്റുന്നത്? വേണ്ട ഒരു ബുക്ക് കിടക്കുന്നു, അതെടുത്ത് വായിക്കാം. കുഞ്ഞിലൊക്കെ ഉറക്കം വരാത്തപ്പോ അമ്മ പറയും ബുക്ക് എടുത്ത് വായിച്ച് ഉറക്കം വരുന്നു. അത് സത്യമാണ്. അതുകൊണ്ട് ബുക്ക് എടുത്ത് വായിക്കാം. ഓ ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നൊന്ന് പോയി കിടത്ത് നോക്കാം. സമയം എത്രയായി നോക്കട്ടെ. 7 മണിയായോ? എന്നിട്ട് ആരും എഴുന്നേറ്റില്ലല്ലോ. അതാരാ പറയുന്നത്? പ്രേതമല്ലോ ആണോ? പ്രേതമൊന്നല്ല രമേശേട്ടൻ, ഞാനാ. ഓ ഞാനാണ്. ഞങ്ങൾ പേടിച്ചു പോയി. സമയം 7 മണിയായാലും നമുക്കൊന്ന് പോവാം ജടായിപ്പാറേ.